ഹലോ, എല്ലാവർക്കും എസ്.സി.ആർ.ടി സമഗ്രയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ കറന്റ് അഫയേഴ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL ചരിത്രത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്ന പ്രായം കൂടിയ താരമാണ് MS ധോണി. IPL ചരിത്രത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുന്ന പ്രായം കൂടിയ താരം MS ധോണി. 2025 ഏപ്രിലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കത്താരിയ. 2025 ഏപ്രിലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം ആണ് വന്ദന കത്താരിയ. വന്ദന കത്താരിയ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ വനിതാ ഹോക്കി താരമാണ് വന്ദന കത്താരിയ. ന്യൂസ് വീക്കും സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളുടെ റാങ്കിങ്ങിൽ 97ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ആശുപത്രിയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് ന്യൂഡൽഹി. ന്യൂസ് വീക്കും സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളുടെ റാങ്കിങ്ങിൽ 97ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ആശുപത്രിയാണ് എയിംസ് ന്യൂഡൽഹി. എത്രാം റാങ്കിംഗ് ആണ്? 97ാം റാങ്ക് നേടിയത് എയിംസ് ന്യൂഡൽഹിയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ എത്ര മാസത്തിനകം തീരുമാനമെടുക്കണം എന്നാണ് സുപ്രീം കോർട്ടിന്റെ പുതിയ നിർദ്ദേശം. 3 മാസത്തിനകം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം. കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സാങ്കേതിക വിദ്യയുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് ജപ്പാനിലാണ്. സുഷിമ റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സാങ്കേതിക വിദ്യയുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് ജപ്പാനിലെ സുഷിമ റെയിൽവേ സ്റ്റേഷനിലാണ്. 2025 ഏപ്രിലിൽ പുറത്തുവിട്ട ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 പ്രകാരം സംസ്ഥാനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനം നേടിയത് കർണാടകയാണ്. 2025 ഏപ്രിലിൽ പുറത്തുവിട്ട ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 പ്രകാരം സംസ്ഥാനങ്ങളുടെ പ്രവർത്തന മികവിൽ 1ാം സ്ഥാനം നേടിയത് കർണാടകയാണ്. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹം ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് 50 വർഷം തികഞ്ഞു. 1975 ഏപ്രിൽ 19-നാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണത്തിന് 50 വർഷം തികഞ്ഞു. നിലവിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട പലസ്തീൻ ബാലന്റെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറാണ് സമർ അബു എലൂഫ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സമർ അബു എലൂഫിന്റെയാണ്. സമർ അബു എലൂഫ് എന്നാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കയിൽ നടന്ന 2025 ആർച്ചറി ലോകകപ്പ് സ്റ്റേജ് 1 കോമ്പൗണ്ട് മിക്സഡ് ടീം ഇനത്തിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യമാണ് ഋഷഭ് യാദവ്, ജ്യോതി സുരേഖ വെനം. അമേരിക്കയിൽ നടന്ന 2025 ആർച്ചറി ലോകകപ്പ് സ്റ്റേജ് 1 കോമ്പൗണ്ട് മിക്സഡ് ടീം ഇനത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഇന്ത്യൻ സഖ്യമാണ് ഋഷഭ് യാദവ്, ജ്യോതി സുരേഖ വെനം. 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രസിദ്ധനായ ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ സാമുവൽ കളരിക്കൽ. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ സാമുവൽ കളരിക്കലാണ്. അദ്ദേഹമാണ് 2025 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ചത്. പ്രസിദ്ധനായ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ സാമുവൽ കളരിക്കൽ. അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരത ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരത ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറ, തിരുവനന്തപുരമാണ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണ്. വഖഫ് ഭേദഗതി നിയമത്തിന് നൽകിയ പുതിയ പേരാണ് ഉമീഡ്. ഉമീഡിന്റെ ഫുൾ ഫോം ആണ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. ഉമീഡ്, UMEED, യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ്. വഖഫ് ഭേദഗതി നിയമത്തിന്റെ പുതിയ പേരാണ് ഉമീഡ്. 2025 അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരമാണ് ന്യൂയോർക്ക്. 2025 അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരമാണ് ന്യൂയോർക്ക്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി ദേശീയ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരം. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി ദേശീയ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരമാണ്.
പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച വിദ്യാർത്ഥികൾ എഴുതിയ കുറിപ്പുകൾ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന 1-ാം ക്ലാസ്സുകാരുടെ പുസ്തകമാണ് കുരുന്നെഴുത്തുകൾ. കുരുന്നെഴുത്തുകൾ. പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ച വിദ്യാർത്ഥികൾ എഴുതിയ കുറിപ്പുകൾ സമാഹരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന 1-ാം ക്ലാസ്സുകാരുടെ പുസ്തകത്തിന്റെ പേരാണ് കുരുന്നെഴുത്തുകൾ. കുരുന്നെഴുത്തുകൾ. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് വേനൽ മധുര തണ്ണിമത്തൻ കൃഷി പദ്ധതിയുടെ പേരാണ് കുടുംബശ്രീ. ആരംഭിച്ചത് വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് വേനൽ മധുര തണ്ണിമത്തൻ കൃഷി പദ്ധതി ആരംഭിച്ചത് കുടുംബശ്രീയാണ്. അയർലൻഡിൽ വെച്ച് നടന്ന IBSF ലോക ബില്ലിയാർഡ്സ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് സൗരവ് കോത്താരി. സൗരവ് കോത്താരി. അയർലൻഡിൽ വെച്ച് നടന്ന IBSF ലോക ബില്ലിയാർഡ്സ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് സൗരവ് കോത്താരി. സൗരവ് കോത്താരി. കേംബ്രിഡ്ജ് ഗവേഷകർ ജീവന് സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതിചെയ്യുന്ന ഗ്രഹമാണ് K2-18b. K2-18b. കേംബ്രിഡ്ജ് ഗവേഷകർ ജീവന് സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതിചെയ്യുന്ന ഗ്രഹമാണ് K2-18b. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ് ലവ് യു. കന്നഡ ഫിലിമാണ് ലവ് യു. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ലവ് യു. 2025 ഏപ്രിലില് ഗാന്ധിജിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കൻ പ്രവിശ്യയാണ് ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ. 2025 ഏപ്രിലില് ഗാന്ധിജിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കൻ പ്രവിശ്യയാണ് ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ. ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ. 2028 നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമാറ്റിക് തുറമുഖമായിട്ട് മാറുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. 2028 നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമാറ്റിക് തുറമുഖമായിട്ട് മാറുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. മഹാരാഷ്ട്രയില് തോറിയം അടിസ്ഥാനമാക്കിയുള്ള സ്മോൾ മോഡുലാർ റിയാക്ടർ വികസിപ്പിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ച റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് റോസാറ്റോം. മഹാരാഷ്ട്രയിലെ തോറിയം അടിസ്ഥാനമാക്കിയുള്ള സ്മോൾ മോഡുലാർ റിയാക്ടർ വികസിപ്പിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ച് റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് റോസാറ്റോം. ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 18 ആണ് ലോക പൈതൃക ദിനം.